പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് 2026 ജനുവരി 10 രാഷ്ട്രീയ കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. ഇന്ന് ഏറ്റവും അവസാനമായി ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കാൻ കഴിഞ്ഞ വാർത്തകളിലൊന്ന് CPIM പരിഗണിച്ചേക്കാവുന്ന കോട്ടയം ജില്ലയിലെ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ളതാണ്. അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ പോലെയുള്ള മണ്ഡലങ്ങളിൽ തുടർന്ന് മത്സരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവരത് ആഗ്രഹിക്കുന്നില്ല എന്ന് കേൾക്കുന്നു. നിലവിൽ ചങ്ങനാശ്ശേരിയും പൂഞ്ഞാറും കേരള കോൺഗ്രസ് മാണി വിഭാഗം പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലങ്ങളാണ്. പക്ഷേ ഈ മണ്ഡലങ്ങളിൽ തുടർന്ന് മത്സരിക്കാൻ അവരാഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ മണ്ഡലങ്ങളിൽ ഇപ്പോൾ അവർക്ക് വിജയസാധ്യത ഉള്ളതായി അവർ കണക്ക് കൂട്ടുന്നില്ല എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതേക്കുറിച്ച് മനസ്സിലാക്കുന്നത് LDFിലെ ഘടകകക്ഷികൾ പോലും തങ്ങൾക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നില്ല എന്ന് ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പരിശോധിക്കുന്നത് 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDFിന് എത്ര ശതമാനം വോട്ടുണ്ടായിരുന്നു, UDFിന് എത്ര ശതമാനം വോട്ടുണ്ടായിരുന്നു. അന്ന് 3% വോട്ടാണ് LDFിന് UDFിനേക്കാൾ അധികമായി കിട്ടിയിരുന്നത്. ഇപ്പോൾ UDFിന് LDFിനേക്കാൾ 5% അധികം വോട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 2025 തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്. അതേസമയം തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 38% വോട്ട് UDFിനും 33% വോട്ട് LDFിനും. അപ്പോൾ 71% വോട്ടായി. 14% വോട്ട് NDAക്കും. അപ്പോൾ 85% വോട്ട്. ഇങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പെർസെൻറ്റേജ്, വിവിധ മുന്നണികളുടെ വോട്ട് ഷെയർ എന്ന് പറഞ്ഞാൽ 15% വോട്ട് വേറെ ഉണ്ട്. ഈ 15% വോട്ട് ആ വിഭാഗം അവരാരെ പിന്തുണക്കും എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന് പരിഗണിക്കാവുന്ന, വിജയത്തിലെത്താൻ വേണ്ടി പരിഗണിക്കാവുന്ന ചില ഘടകങ്ങളും UDFിന് പരിഗണിക്കാവുന്ന ചില ഘടകങ്ങളും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എല്ലായിടത്തും എല്ലാ പ്രദേശത്തും ഒരേ ഇലക്ഷൻ സ്ട്രാറ്റജി സ്വീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ ശ്രമിക്കുന്നത് അത്ര ഉചിതമായിരിക്കില്ല എന്നെനിക്ക് തോന്നുന്നു. അതേസമയം നമുക്കറിയാം, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതത്തിന് സുരക്ഷിതത്വം നൽകുന്നതിൽ ഗവൺമെൻറ്റിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ ഗവൺമെൻറ്റിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് കീഴിലുള്ള സ്വത്ത് സംരക്ഷിക്കുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത്, ഇത്തരത്തിലുള്ള വിഷയങ്ങളെ ഉയർത്തിക്കാണിക്കാവുന്നതാണ്. അതായത് UDFിന് സർക്കാരിൻ്റെ പരാജയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി, അല്ലെങ്കിൽ സർക്കാർ ഒരു പരാജയമാണ് എന്നും 10 വർഷം തുടർച്ചയായി ഭരിച്ച ഈ സർക്കാർ ഇവിടെ തുടർന്നു കഴിഞ്ഞാൽ സംസ്ഥാനം കൂടുതൽ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാകും എന്നും കൺവിൻസ് ചെയ്യുന്നതിൽ UDFിന് വിജയിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ 14 നിയമസഭാ മണ്ഡലങ്ങളുള്ള തിരുവനന്തപുരം ജില്ലയിൽ ഈ ഗവൺമെൻറ്റിൽ തന്നെ ആദ്യത്തെ 2.5 വർഷക്കാലം മന്ത്രിയായിരുന്ന ഒരാൾക്കെതിരെയാണ്, ഒരു നിലവിലുള്ള MLAക്കെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്.
അത് കോടതി അദ്ദേഹത്തെ കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം തന്നെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയുണ്ടായി. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള മുൻ ആദ്യത്തെ പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന നിലവിൽ കഴക്കൂട്ടം MLA ആയ രാഷ്ട്രീയ നേതാവിനെതിരെ വലിയ ആരോപണം ഈ ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേര് കൂടി ചേർത്ത് കേൾക്കുന്നു. അപ്പോൾ തിരുവനന്തപുരം പോലെയുള്ള ജില്ലകളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ ഉയർത്തിക്കാണിക്കുന്നതിൽ UDFന് വിജയിക്കാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മൾ നോക്കിയാൽ ഇപ്പോൾ LDF ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഏറ്റവും അവസാനം AK ബാലൻ നടത്തിയിട്ടുള്ള വിവാദ പ്രസ്താവനയെ ഒരു ഘട്ടത്തിൽ TP രാമകൃഷ്ണൻ തള്ളിപ്പറയുന്നു. ഒരു ഘട്ടത്തിൽ അതിനെ മുഖ്യമന്ത്രി ആ പറഞ്ഞത് ശരിയാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു. മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനെ ഔദ്യോഗിക വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയത് ശരിയായില്ല എന്നും വെള്ളാപ്പള്ളിയോട് സ്വീകരിക്കുന്ന നിലപാടുകളിൽ ഉൾപ്പെടെ CPIക്കുള്ള വിയോജിപ്പും അവർ പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് കാലം മുതൽ LDF പരീക്ഷിക്കുന്ന ഒരു തന്ത്രമാണ് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിലെ ഈഴവ വിഭാഗത്തിൻ്റെ പിന്തുണ നേടിയെടുക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ടി കുറച്ചൊക്കെ ഇവിടുത്തെ ഒരു പ്രബല മതന്യൂനപക്ഷ വിഭാഗങ്ങളെ കുറിച്ച് അവരെ ഒരു സസ്പീഷ്യൻ്റെ നിഴലിൽ നിർത്തുക എന്നുള്ളൊരു തന്ത്രം ഇവിടെ LDF സ്വീകരിക്കുന്നു. പക്ഷേ ഈ തന്ത്രം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണുണ്ടായത്. ഈ തന്ത്രം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും പരാജയപ്പെടുകയാണുണ്ടായത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ ആ ഘട്ടത്തിൽ സഖാവ് വിജയരാഘവൻ മുമ്പ് RSSുമായി CPM സഹകരിച്ച ഒരു കാലഘട്ടത്തെ ഓർക്കാൻ ശ്രമിക്കുകയുണ്ടായി. അതെല്ലാം നൽകുന്ന സൂചനകൾ ഇവിടുത്തെ മതഭൂരിപക്ഷ വിഭാഗത്തിലെ ചില വിഭാഗങ്ങളുടെ, അതായത് ഭൂരിപക്ഷ മതവിഭാഗത്തിലെ ചില വിഭാഗങ്ങളുടെ പിന്തുണ കൊണ്ട് തങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയും. അതിന് ന്യൂനപക്ഷ വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുക, അവരെക്കുറിച്ചൊരു ഭീതി സൃഷ്ടിക്കുക. അല്ലെങ്കിൽ AK ബാലൻ ഒരിക്കലും ഇവിടെ UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക എന്ന് പറയേണ്ടതില്ല. അവിടെ ന്യൂനപക്ഷ വിഭാഗത്തെക്കുറിച്ച് ഭീതി സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ന്യൂനപക്ഷ വിഭാഗത്തെക്കുറിച്ച് ഭീതി സൃഷ്ടിക്കുക, അതിലൂടെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരിക എന്നുള്ള തന്ത്രം ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ട അതേ തന്ത്രം തുടർന്നും പ്രയോഗിക്കാനാണ് CPM ശ്രമിക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ CPMന് അത്തരം വിഷയങ്ങളിൽ മറുപടി നൽകാതെ തന്നെ, കാരണം ആ ഒരു വിഷയം ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഏതൊരു വിഭാഗം ജനങ്ങൾക്കും, ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാണെങ്കിലും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും മതരഹിതമായ ജീവിതം നയിക്കുന്നവരാണെങ്കിലും എല്ലാവരെയും ബാധിക്കുന്ന സർക്കാരിൻ്റെ പരാജയം ഉയർത്തിക്കാണിച്ചുകൊണ്ട് വോട്ട് തേടാൻ UDFന് സാധിച്ചാൽ അത് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായകരമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായേക്കാവുന്ന ഏറ്റവും വലിയ ഭീഷണിയായി നമ്മൾ കണക്കാക്കേണ്ട ചില ഘടകങ്ങളുണ്ട്. അത് BJPക്ക് ഒരിക്കലും വിജയസാധ്യതയില്ലാത്ത ചില ഇടങ്ങളിൽ BJPയുടെ വോട്ട് LDFന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടേക്കുമോ എന്നുള്ള കാര്യമാണ്. അതായത് CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ CPMൻ്റെ നേതാക്കൾ ഇപ്പോൾ AK ബാലനെ ഒക്കെ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവനകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരു ആശയതലത്തിൽ ഇങ്ങനെ തീവ്ര കാഴ്ചപ്പാടുകളുള്ള ഹൈന്ദവ വിഭാഗങ്ങളുടെ പിന്തുണ കൂടി നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അതോടൊപ്പം തന്നെ അത് ആ ഒരു സാഹചര്യം ഇവർ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതോടൊപ്പം തന്നെ പാർട്ടിയുടെ നേതൃതലത്തിൽ ചർച്ചകൾ നടത്തിക്കൊണ്ട് ഏതാനും ചില അസംബ്ലി മണ്ഡലങ്ങളിൽ BJPയുടെ പിന്തുണ ഉറപ്പുവരുത്തുന്നതിൽ CPM വിജയിച്ചു കഴിഞ്ഞാൽ അതുണ്ടാക്കിയേക്കാവുന്ന പരിക്കിനെ എങ്ങനെ UDFന് അതിജീവിക്കാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് അവരാലോചിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി പോലെയുള്ള പല മണ്ഡലങ്ങളിലും വളരെ ചെറിയ ഭൂരിപക്ഷത്തിന് UDF പരാജയപ്പെട്ട മണ്ഡലങ്ങളുണ്ട്. അത്തരം മണ്ഡലങ്ങൾ
വിജയിക്കാൻ, അല്ലെങ്കിൽ 2011 വിജയിച്ച മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധയൂന്നാനെല്ലാം യു ഡി എഫിന് ശ്രമിക്കാം. അതോടൊപ്പം തന്നെ LDFിൻ്റെയും UDFിൻ്റെയും വോട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം, പേഴ്സൻറ്റേജിലോ അല്ലെങ്കിൽ മൊത്തം അവർക്ക് ലഭിക്കുന്ന വോട്ടുകളിലോ ഉള്ള വ്യത്യാസം, ആ വ്യത്യാസം വളരെ നേർത്തതായിരിക്കുന്ന മണ്ഡലങ്ങൾ അതിനനുസരിച്ച് സ്ട്രാറ്റജി സ്വീകരിക്കുക. എന്നാൽ ഇപ്പോൾ BJPയുടെ വോട്ട് കൂടി ചേർന്നാലും LDFിന് വിജയിക്കാൻ സാധ്യതയില്ലാത്ത BJP അല്ലെങ്കിൽ NDA താരതമ്യേന ദുർബലമായ ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്നതിന് വേണ്ടി UDF കുറേ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അഥവാ NDAയുടെ വോട്ട് LDFിന് ലഭിച്ചാലും അവർ വിജയിക്കാൻ സാധ്യതയില്ല എന്ന് ഉറപ്പ് നൽകാവുന്ന മണ്ഡലങ്ങൾ തെക്കൻ തിരുവിതാംകൂറിലും മലബാറിലും ഒക്കെ ഉണ്ട്. അത്തരം മണ്ഡലങ്ങളിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ വിജയിക്കുന്നതിന് വേണ്ടി UDF ശ്രമിക്കേണ്ടത്. അതേസമയം തന്നെ ഇപ്പോൾ പല ഘട്ടങ്ങളിലും BJPയോട് നേരിട്ട് ഏറ്റുമുട്ടി BJP 2ാം സ്ഥാനത്ത് വരുന്ന ചില അസംബ്ലി സെഗ്മെൻറ്റ്സിൽ കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ വട്ടിയൂർക്കാവിൽ നിന്ന് K. മുരളീധരൻ 2011ലും 2016ലും വിജയിക്കുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അദ്ദേഹം വിജയിക്കുന്നത്. BJPയാണ് 2ാം സ്ഥാനത്ത് വരുന്നത്. തിരുവനന്തപുരം സെൻട്രലിൽ കോൺഗ്രസ് വിജയിക്കുന്ന ഘട്ടങ്ങളിൽ BJP 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത്തരം മണ്ഡലങ്ങളുണ്ട്. അതുപോലെ പാലക്കാട് അസംബ്ലി സെഗ്മെൻറ്റിൽ BJP 2ാം സ്ഥാനത്ത് വരികയും കോൺഗ്രസ് 1ാം സ്ഥാനത്ത് വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിലും UDF 1ാം സ്ഥാനത്ത് വരികയും BJP 2ാം സ്ഥാനത്ത് വരികയും ചെയ്യുന്ന സന്ദർഭങ്ങളാണ്. ഇത്തരം മണ്ഡലങ്ങളിൽ വിജയിക്കുന്നതിന് വേണ്ടി UDFന് ശ്രമിക്കാം. അതോടൊപ്പം തന്നെ ദുർബലമായ BJPയുടെ വോട്ട് കൊണ്ട് LDFന് ആ വോട്ട് ലഭിച്ചാൽ പോലും വിജയിക്കാൻ കഴിയാത്ത അത്തരം ഇടങ്ങളിൽ UDF കുറേ കൂടി ശ്രദ്ധയൂന്നിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ മുന്നേറാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഏറ്റവും അവസാനമായി കേൾക്കുന്ന ചില അഭിപ്രായ പ്രകടനങ്ങൾ ഇങ്ങനെയുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടായേക്കാം എന്ന് ഉറപ്പുള്ള LDF ജനപിന്തുണയുള്ള MLAമാർക്ക് സാധാരണ LDFിൻ്റെ ഘടകകക്ഷികൾ പിന്തുടരുന്ന 2 ടേം അല്ലെങ്കിൽ 3 ടേം മത്സരിച്ച് കഴിഞ്ഞ് മാറി നിൽക്കുക എന്നുള്ള കാര്യം പരിഗണിക്കാതെ ജനപ്രിയരായ വീണ്ടും മത്സരിച്ചാൽ വിന്നബിലിറ്റിയുള്ള MLAമാർക്ക് തുടർന്ന് മത്സരിക്കാൻ അവരെ അതാത് മണ്ഡലങ്ങളിൽ അനുവദിക്കുക എന്നൊരു സ്ട്രാറ്റജി LDF സ്വീകരിച്ചേക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സീറ്റ് നൽകാതെ മാറ്റി നിർത്തിയിട്ടുള്ള സീനിയർ നേതാക്കളുണ്ട്. ഇപ്പോൾ ഡോക്ടർ TM തോമസ് ഐസക്കിനെ പോലെ, G. സുധാകരനെ പോലെയുള്ള നേതാക്കൾ. അത്തരം നേതാക്കൾക്ക് വിന്നബിലിറ്റി പരിഗണിച്ചുകൊണ്ട് വീണ്ടും ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും സജീവമാകാനുമുള്ള അവസരം നൽകുന്നതിലൂടെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിയുന്നതോടുകൂടി LDFന് കുറേ കൂടി അനുകൂലമായൊരു സാഹചര്യം ഉണ്ടായേക്കുമോ എന്ന് വിലയിരുത്തുന്ന ആളുകളുണ്ട്. പക്ഷേ അത് അത്ര വലിയ എല്ലാ ഇടങ്ങളിലും അല്ലെങ്കിൽ എല്ലാ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം വിജയപ്രദമായിക്കൊള്ളണമെന്നില്ല. കാരണം ഇപ്പോൾ ഡോക്ടർ TM തോമസ് ഐസക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നോ അദ്ദേഹം മത്സരിക്കുകയുണ്ടായി. അങ്ങനെ മത്സരിച്ചപ്പോൾ അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ പറയുന്നത് പോലെയുള്ള ഒരു വലിയ ജനപ്രീതിയൊന്നും ഇവർക്കില്ല. എന്നാൽ അതേസമയം ഒരു അസംബ്ലി സെഗ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അവർക്ക് അത്ര ജനപ്രീതി ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഈ പറഞ്ഞ 2 നേതാക്കളും ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ളവരാണ്. ഇവർ മത്സരിച്ചില്ലെങ്കിലും ആലപ്പുഴ ജില്ലയിലെ ചിത്രം പൊതുവിൽ LDFന് അനുകൂലമാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെ, തങ്ങൾക്ക് മുന്നിലുള്ള വെല്ലുവിളികളെ മുൻകൂട്ടി കാണാനും ആ വെല്ലുവിളികൾക്കനുസരിച്ച് നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാനും VD സതീശനും VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടിയും അനൂപ് ജേക്കബും ഷുബി ബേബി ജോണും NK പ്രേമചന്ദ്രനും PJ ജോസഫും അതുപോലെ RMPയുടെ MLA രഥയും അതുപോലെ തന്നെ നമ്മുടെ ഫോർവേഡ് ബ്ലോക്കിൻ്റെ നേതാവ് G. ദേവരാജൻ സഖാവ്, അതുപോലെ തന്നെ CP ജോൺ, ഇങ്ങനെ UDFിൻ്റെ ഭാഗമായി വരാനിടയുള്ള വിവിധ വിഭാഗം ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു യോജിച്ച മുന്നേറ്റത്തിലൂടെ ഒരു വലിയ സ്ട്രാറ്റജി രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ UDFന് സാധിക്കുകയാണ് എങ്കിൽ കോഴിക്കോട്, കോട്ടയം, മലപ്പുറം, എറണാകുളം പോലെയുള്ള ജില്ലകളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ UDFന് സാധിക്കുമെന്നാണ് തോന്നുന്നത്. രാഷ്ട്രീയ കേരളം കൗതുകപൂർവ്വം ഇത്തരം വാർത്തകൾക്കായി
തുടർന്നും കാതോർത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടും ഇത്തരത്തിലുള്ള വിശകലനങ്ങൾ നടത്തിക്കൊണ്ടും വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.